الحمد لله الحمد لله الحمد لله العلي الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى له ملك السماوات والأرض وما بينهما وما تحت الثرى وعلى العرش استوى وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له يعز من يشاء ويذل من يشاء بيدك الخير وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله حبيبه وخليله أفضل الخلق أجمعين صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله وقيل الحمد لله وقيل الحمد لله رب العالمين صدق الله مولانا العظيم بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم اللهم رب اشرح لي صدري
ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. مدینہ کو جائے یہ جی چاہتا ہے، مقدر بنائی یہ جی چاہتا ہے، مدینہ کو جائے یہ جی چاہتا ہے، مقدر بنائی یہ جی چاہتا ہے، مدینہ کے آقا دو عالم کے مولا تیرے پاس آئی یہ جی چاہتا ہے، مدینہ کے آقا دو عالم کے مولا تیرے پاس آئی یہ جی چاہتا ہے، مدینہ کو جائے یہ جی چاہتا ہے، مقدر بنائی یہ جی چاہتا ہے، محمد کی باتیں محمد کی سیرت سنی اور سنائی یہ جی چاہتا ہے، محمد کی باتیں محمد کی سیرت سنی اور سنائی یہ جی چاہتا ہے، مدینہ کو جائے یہ جی چاہتا ہے، مقدر بنائی یہ جی چاہتا ہے، مدینہ کے آقا دو عالم کے مولا تیرے پاس آئی یہ جی چاہتا ہے. സമാദരണീയരായ തങ്ങളവറുകളെ, സമസ്തയുടെ പ്രഗൽഭരും പ്രശസ്തരുമായ പണ്ഡിത മഹത്തുക്കളെ, സ്റ്റേജിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹോന്നതരായ ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്യങ്ങളെ, ആരിഫ്യങ്ങളെ, എന്നെ ശ്രവിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാരെ, ദാസിമാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഉമ്മ ബങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. തലയ്ക്ക് മീതെ സൂര്യൻ ഗർജിച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കാണോ അർശിന്റെ തണൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് റഹ്മാനുർ റഹീമായ തമ്പുരാൻ, ഈ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ഒരുമിച്ച് കൂടലിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും ആ സൗഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ഒരാളെ പോലും അതിൽ നിന്ന് ഒഴിവാക്കാതെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനെ പ്രകീർത്തിക്കാൻ നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ രോഗങ്ങളെ പരിപൂർണമായി ശിഫയാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകാമെന്ന് ഒരുപാട് പേർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിലൂടെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗമാണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ട് കേൾവിയുള്ളത്. ഹദീസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സമഗ്രമായ നിലയിൽ പരിശുദ്ധ ഖുർആനിനെയും
തഫ്സീറുകളെയും ഹദീസുകളെയും നാം ഒന്ന് പഠിക്കുമ്പോൾ പല പല സ്വഹാബാക്കളുടെ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണല് നൽകാമെന്ന് ഏറ്റിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്തു പോകുന്ന പ്രവൃത്തികളിൽ ന്യൂനത വരുത്തുന്നവർ, അതിൽ നിന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പരിപൂർണമായി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറാകുന്ന സാധാരണ ആളുകൾക്ക് പോലും ഈ 7 വിഭാഗത്തിൽ പെടാത്തവരാണവർ. അതിൽപ്പെട്ടവർക്കും അല്ലാഹു അർശിന്റെ തണല് നൽകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാളെ അർശിന്റെ തണലില്ലാത്ത ദിവസത്തിൽ, അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ഒരു ദിവസമാണ് ആ മഹ്ശറയുടെ മൈതാനം. ആ ദിവസത്തിൽ അല്ലാഹു 7 കൂട്ടർക്ക് പ്രത്യേകമായി അർശിന്റെ തണൽ നൽകുമെന്ന് പറയുമ്പോൾ അതിലൊന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചത് നബിതങ്ങളുടെ നാവിലൂടെ ഇമാമുൻ ആദിൽ, ആദിലായ ഒരു ഭരണാധികാരിയാണ്. ആദിലായ ഒരു ഭരണാധികാരിയാണ്. നല്ല നിലയിൽ നല്ലതുപോലെ മനസ്സിലാക്കണം. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ മനസ്സിലാക്കണം. പഞ്ചായത്ത് ഭരിക്കുന്നവർ, വാർഡ് ഭരിക്കുന്നവർ, വീട് ഭരിക്കുന്നവർ, പള്ളി ഭരിക്കുന്നവർ, മദ്രസ ഭരിക്കുന്നവർ, സമുദായത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവർ, ഇവരെല്ലാം ഭരണാധികാരികളാണ്. ഈ ഭരണാധികാരികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നാളെ പള്ളിയുടെ കസേരയിൽ ഇരിക്കണോ, ഈ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കണോ, ഈ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കണമോ എന്ന് നാം അല്പം ചിന്തിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഒന്നാമതായി നമ്മളെ അറിയിച്ചു തന്നത് നാളെ അർശിന്റെ തണല് നൽകാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത് ഇമാമുൻ ആദിൽ, ഒരു ആദിലായ നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭരണം ചോദിച്ചു വാങ്ങരുത് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. വെറുതെയല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസ്അലിൽ ഇമാറാ, ലാ തസ്അലിൽ ഇമാറാ, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്, അധികാരം നീ ആഗ്രഹിക്കരുത്. ഫഇന്നക ഇൻ ഉതീതഹാ അൻ മസ്അലത്തിൻ ഉക്കിലത് ഇലൈഹാ, നീ അധികാരം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, അധികാരത്തിന്റെ പേരിൽ ആ കസേരയിലേക്ക് നീ കയറിയിരുന്നാൽ ഉക്കിലത് ഇലൈഹാ, അതിന്റെ പേരിൽ അവനെ ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചോദിക്കാതെയാണ് അധികാരം നിന്നെ തേടിയെത്തിയതെങ്കിൽ, ചോദിക്കാതെ അധികാരം നിനക്ക് നാട്ടുകാരെ സമ്മാനിച്ചുവെങ്കിൽ, ഈ അധികാരത്തിന്റെ സോപാനത്തിൽ ഇരിക്കാൻ അർഹൻ നീ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് നീയാണ് എന്ന് ജനങ്ങൾ പരിപൂർണ സമ്മതത്തോടെ നമ്മെ പിടിച്ചിരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാരമായ വസ്തുവല്ല, അത് സാരമായ സംഗതി തന്നെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആണയിട്ട് പറയുകയാണ്, വല്ലാഹി വല്ലാഹി വല്ലാഹി, അല്ലാഹുവാണ് തൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നാ ലാ നുവല്ലി ഹാദൽ അംറ അഹദൻ സഅലഹു വ അഹദൻ ഹറസ അലൈഹി, ആരൊരാളി അധികാരം കൊതിക്കുന്നുവോ, ആരൊരാളി അധികാരം ചോദിച്ചു വാങ്ങുന്നുവോ, അവർക്ക് ഞാൻ ഈ അധികാരം നൽകുകയില്ല തന്നെ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവേ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ്, ഇന്നാ ലാ നുവല്ലി ഹാദൽ അമല അഹദൻ സഅലഹു വ അഹദൻ ഹറസ അലൈഹി, ആരൊരാൾ ഇതിനു വേണ്ടി കടിച്ചു തൂങ്ങുന്നുവോ, ആരൊരാൾ ഇതിന്റെ പിന്നാലെ ഓടുന്നുവോ, ആരൊരാൾ ഇതിനു വേണ്ടി വ്യഗ്രത കാട്ടുന്നുവോ, ആരൊരാൾ ഇതിനു വേണ്ടി കൂടെ തന്ത്രം മെനയുന്നുവോ, അവർക്ക് ഞാനിത് നൽകുകയില്ല തന്നെ. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നകും സതഹരിസൂന അലൽ ഇമാറ,
ഒരധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് അല്ലേ? ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ? ഒരു പ്രസിഡന്റിന്റെ പദവിക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ? ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ? ഇന്നകും സതഹരിസൂന അലൽ ഇമാറ, അധികാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ്. ഈ മുഹമ്മദിന് ആത്മാവ് ഏതൊരു റബ്ബിന്റെ മേലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെയോ. വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, അധികാരികളെ അധികാരികളെ അധികാരികളെ, വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്തിൽ ഈ അധികാരത്തിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, നിങ്ങളുടെ വിരലുകൾ നാളെ കടിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. ഖുൽതു, ഞാൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തഅമിലുനി ഹാദാ, ഈ അധികാരം എന്നെ ഏൽപ്പിക്കുമോ നബിയേ? ഈ അധികാരത്തിന്റെ ഉത്തരവാദിത്തം, ഈ നാടിന്റെ ഉത്തരവാദിത്തം, ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം, ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തം, ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്റെ മേൽ ഏൽപ്പിക്കുമോ? യാ റസൂലല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫളറബനി ബിയദിഹി അലാ മൻകിബി, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ അബൂദർ, ഏ അബൂദറേ, ഇന്നക ലഈഫുൻ, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാന, നീ ബലഹീനനാണ്, നീ ബലഹീനനാണ്, നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല. ഈ പണി ഉത്തരവാദിത്വ ബോധമുള്ള പണിയാണ്, ഈ പണി അമാനത്താണ്. ഈ അധികാരം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർശിന്റെ തണല് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അല്ലാഹുവിന്റെ തൃപ്തിയുടെ വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമെന്ന് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, യാ അബൂദർ, ഏ അബൂദർ, ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, വ ഇന്നഹാ അമാന, ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇല്ലാ മൻ അഖദ ബിഹഖിഹാ വ അദ്ദല്ലദീ അലൈഹി ഫിഹാ, ആരാൾ ഇതിനോടുള്ള ഉത്തരവാദിത്തം പരിപൂർണ ബോധത്തോടുകൂടി നിറവേറ്റിയിട്ടില്ലയോ നാളെ ആഖിറത്തിൽ അവൻ ഖേദിക്കേണ്ടി വരുമെന്ന്, നാളെ ആഖിറത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കും, ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും. ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും. നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയൻ പട്ടിണി കിടന്നിട്ടുണ്ടോ? എംഎൽഎമാരെ, എംപിമാരെ, മന്ത്രിമാരെ, വാർഡ് മെമ്പർമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്. നിങ്ങൾ എത്രയെത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ സാധുക്കളായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത്. ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, അവർക്ക് കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ, അവർക്ക് നടക്കാൻ റോഡില്ലെങ്കിൽ, അവർക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ ഈ ഇമാമിനെ പിടിച്ചു നിർത്തുമത്രേ, ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമത്രേ. അവനോട് ചോദിക്കുകയാണ്, കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. നാളെ ചോദിക്കുകയാണ്, നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ? പട്ടിണി കിടന്ന് മരിച്ചില്ലയോ?
എത്രയെത്ര കുഞ്ഞുമക്കളാണ് രോഗശയ്യയിൽ കിടന്ന് മരിച്ചത്, ചികിത്സ ലഭിക്കാതെ. അവരുടെ ഉത്തരവാദിത്തം നീയല്ലേ ഏറ്റെടുത്തത്? അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ? അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ? അവരുടെ ഇമാമ് നീ ആയിരുന്നില്ലേ? എന്തേ അവരോട് നീതി കാട്ടാത്തത്? മാറി നിൽക്കടോ, അർശിന്റെ തണല് നിനക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അർശിന്റെ തണല് നൽകാമെന്ന ഒന്നാമത്തെ വാഗ്ദാനം ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണകൂടത്തിനാണ്. അത് സ്ത്രീകളുടെ മേലേക്ക് ഏൽപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവരുടെ എത്തിപ്പെടാൻ പറ്റൂല. പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരാണ് നിൽക്കേണ്ട സ്ഥാനത്ത് 2 പെണ്ണ് നിൽക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വമാണ്. അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലെ ഏൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഒരു പെണ്ണ് ഏറ്റെടുത്താൽ എങ്ങനെ രക്ഷപ്പെടും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ. ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചാൽ ആ നാട്ടിൽ ഖൈർ ഉണ്ടാവൂല. അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല. കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക. കുടുംബത്തിന്റെ നാഥനാരാണ്? കുടുംബത്തിന്റെ അത്താണി ആരാണ്? ഗൃഹത്തിന്റെ നാഥനാരാണ്? അത് ഒരാണായിരിക്കണം, ഒരാണായിരിക്കണം, ചങ്കൂറ്റമുള്ള ആണായിരിക്കണം. ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. അതാഅർ-റജുലു ഇംറഅതഹു. അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും. ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചില്ലേ? 30% സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുഈനൽ മർഅതു സൗജഹാ ലിത്തിജാറാ. കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ്. കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ? ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാണ്? ഏത് സഹാബത്താണ്? ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ്? പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് കൊടി പിടിപ്പിക്കാൻ, കൊടി പിടിച്ചുകൊണ്ട് ഇൻഖിലാബ് വിളിപ്പിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? എത്രയെത്ര സഹാബത്ത് വനിതകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞില്ലയോ, നബിയേ നബിയേ, അങ്ങ് ധർമ്മസമരത്തിലെ പങ്കാളിത്തം വഹിക്കുകയാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ അങ്ങയോടൊപ്പം ഇതാ ധർമ്മസമരത്തിൽ പങ്കാളികളാവുകയാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങളും അങ്ങയോടൊപ്പം വരട്ടെയോ നബിയേ? നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയേ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയേ. അവർ പരിക്കേറ്റുകൊണ്ട് കുടിലുകളിൽ കിടന്നാൽ ഞങ്ങൾ അവരെ ശുശ്രൂഷിച്ചു കൊള്ളാം നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഈ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അനുവാദം നൽകണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? പോരട്ടെ, ഞങ്ങളോടൊപ്പം നിങ്ങളും കൊടി പിടിച്ചോ, ഞങ്ങളോടൊപ്പം ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങളും കയറിക്കോ. ഇല്ല 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 ഇല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, അയ്യുമാ ഇംറാത്തുൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് ഖംസഹാ വസാമത്ത് ഷഹ്റഹാ വഅതാഅത് ബഅലഹാ
ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നമസ്കരിക്കട്ടെ, പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് പിടിക്കട്ടെ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ, സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ്. അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം പോകൂ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സേവിക്കുവിൻ, ഖിദ്മത്ത് ചെയ്യുവിൻ, ആ ഭർത്താക്കന്മാര് പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണുങ്ങളെ രംഗത്തിറക്കണമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ, പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ, നബി തങ്ങൾക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്, ഭാര്യയെ ഭർത്താവ് അനുസരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോൾ ഭാര്യയെ സഹായിക്കും, കച്ചവടത്തിന് സഹായിക്കും, എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ, ഭാര്യ കാഷ്യറിലിരിക്കും. കാലഘട്ടം അങ്ങനെയായി പോയി. വിധങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരെ അടുപ്പിക്കും, മാതാപിതാക്കളെ അകറ്റി നിർത്തും. അതുകൊണ്ടല്ലേ വാപ്പായും ഉമ്മായും വിട്ടിട്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത്. വാപ്പായ ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ? സംഭവിച്ചേ മതിയാവും. കാരണം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, സംഭവിച്ചേ മതിയാവും. ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന, നിനക്ക് ആരെയാണ് ഇഷ്ടം, വാപ്പയാണോ കാമുകനെയാണോ? എനിക്ക് കാമുകനെ മതി, വാപ്പയെ വേണ്ട. ആര് പറഞ്ഞു ഇത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിനാ സദീഖഹു വഅഖസാബഹു. തന്റെ കാമുകനെ അടുപ്പിക്കും, ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും. വഅഖസാബഹു, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്ഥാനമില്ല. ഉപ്പയ്ക്കും ഉമ്മയ്ക്ക് സ്ഥാനം നൽകാത്തവർക്ക് അർശന്റെ തണലുണ്ടോ? വരുന്നുണ്ട്, വിഷയം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ട് പോകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, ലൻ യുഫ്ലിഹ ഖൗമുൻ, ഒരു സമുദായം വിജയിക്കുകയില്ല, വല്ലൗ അംറഹും ഇംറഅതൻ, അവരുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ. അതുകൊണ്ട് ഗൃഹനാഥൻ ആരായിരിക്കണം? അത് ആണായിരിക്കണം, പെണ്ണാകരുത്. ഖുർആനിന്റെ ഭാഷ്യവും അത് തന്നെയാണ്. الرجال قوامون على النساء، الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്, ആ സമുദായം വിജയിക്കുകയില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ ആ അധികാരികളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഉപദേശമാണ്, ഒരു പ്രഭാഷണമാണ്, ഒരു ദുആയാണ്. ഭരണകർത്താക്കളെ, നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ, അവർ വെളിച്ചമില്ലാതെ, വോൾട്ടേജ് ഇല്ലാതെ, വെള്ളമില്ലാതെ, കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നോക്കി അവർ നെടുവീർപ്പിടുകയും കണ്ണുനീരൊലിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ. അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മതി ശൈആ,
അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ആരാണോ ഏറ്റെടുത്തത്, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം, അവരുടെ ഭരണീയ ഉത്തരവാദിത്വം, അവരുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏതൊരു സമുദായമാണോ ഏറ്റെടുത്തത്, ഫശഖ്ഖ അലൈഹിം എന്റെ ഉമ്മത്തിനെ, എന്റെ അനുയായികളെ, എന്റെ സമുദായത്തെ ഏതൊരു ഭരണകർത്താക്കള് വേദനിപ്പിച്ചുവോ, അല്ലാഹുമ്മ അശ്ഖുഖ് അലൈഹി അവരെയും നീ ബുദ്ധിമുട്ടിക്കേണമേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ. പള്ളി ഭരിക്കുന്നവര്, പള്ളിയുടെ ഉത്തരവാദിത്തം, ജമാഅത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവര്, പ്രസിഡന്റ്, സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം. ലൈറ്റ് ഇല്ല പള്ളിയില്, ഫാൻ കറങ്ങുന്നില്ല, കുറെ നാളായി ഫാൻ കറങ്ങിയിട്ട്. ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ട ഇത് പറയാൻ. ആരോട് പറയാൻ? പ്രസിഡന്റിനോടോ. കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് 2 മാസമായി, കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ആരും വരാറില്ല, നോക്കാറില്ല. ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കെട്ട് വീഴും. ആ കോലത്തില് നല്ല വെള്ള ക്ലോസറ്റ് ആയിരുന്നു, ഇപ്പൊ മഞ്ഞ നിറായി. അത് തന്നെ രാഷ്ട്രീയം മാറിപ്പോയി. പള്ളിയുടെ നല്ല കാർപ്പറ്റ് വിരിച്ചു സുജൂദിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ സുജൂദ് ചെയ്യും. എഴുന്നേൽക്കുമ്പോൾ അലർജിയോടുകൂടി എഴുതി. കാരണം എന്ത്? മൊത്തം പൊടി. അത് തൂക്കാനോ അത് ക്ലീൻ ചെയ്യാനോ ജമാഅത്ത് കമ്മിറ്റിക്കാരും വരാറില്ല. ഇവർ ഈ രാജ്യത്തിന്റെയും ഈ മഹലിന്റെയും ഭരണകർത്താക്കളാണ്. സൂക്ഷിക്കണം. അധികാരത്തിന്റെ കസേരയിലിരുന്ന് മൊയ്ലിയാർ എപ്പോ വരും, മൊയ്ലിയാർ എപ്പോ പോകും, 5 വഖത്തിന് വന്നോ 3 വഖത്തിന് വന്നോ നോക്കലല്ല അവരുടെ ജോലി. ഈ ജമാഅത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവരുടെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ചു. ഖുർആനിന്റെയും ഹദീസിന്റെയും ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. ആർക്കും വൈരാഗ്യം വേണ്ട. ഞാനും ഒരു പള്ളിയിലെ ഖത്തീബാണ്. എന്റെ മഹലിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറില്ല. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നതൊന്ന് കേട്ടോളി. പറയുന്നൊന്ന് കേട്ടോളി. നാളെ ആഖിറത്തിൽ അർശിന്റെ തണൽ വേണോ? അതിനു വേണ്ടിയിട്ടാണ്. ഇമാമുൻ ആദിൽ, ആദിലായ ഭരണാധികാരി, ഇമാമുൻ ആദിൽ, ആദിലായ ഭരണാധികാരി. നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല അഴുക്കാണ്, നമസ്കരിക്കുന്ന കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലേ? പള്ളി പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളായി. നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കരിക്കുന്ന പള്ളിയാണ്. അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ? ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല. എന്നാൽ 21 അംഗ സംഘ കമ്മിറ്റിയുണ്ട്. ജമാഅത്ത് ഭാരവാഹികള്, പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു, നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു. പള്ളിയുടെ ഹൗള് കഴുകിയിട്ട് 3 വർഷമായി പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്നത് പോലെ അറിയാൻ പറ്റൂല. ആ കോലഘട്ടത്തിലാണ്, ആ കോലത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്. സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. നീതിമാന്മാരായ ഭരണാധികാരികളല്ല എങ്കിൽ അർശിന്റെ തണല് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂൽ അധികാരം, നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 നിലയ്ക്കുള്ള ദുആ നബി തങ്ങൾ ചെയ്തു. ഒന്ന്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ്ഖ അലൈഹിം ഫശ്ഖുഖ് അലൈഹി. ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വേദനിപ്പിക്കുന്നവരെ നീ വേദനിപ്പിക്കണേ പടച്ച തമ്പുരാനെ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. അല്ലാഹുവേ, ആരാൽ ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം വേണ്ടവണ്ണം ശരിയായ വണ്ണം നിന്റെ തൃപ്തിയോടുകൂടി അവരുടെ കഴിവനുസരിച്ച് അവരാളുടെ കഴിവനുസരിച്ച് അവർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ, ഈ ഭരണീയരോട് കരുണ കാട്ടിയിട്ടുണ്ടോ, അല്ലാഹുവേ നീ അവരോട് കരുണ കാട്ടണേ പടച്ചവനെ, അവരോട് കരുണ കാട്ടണേ പടച്ചവനെ. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതും ചെയ്തു. അവർക്കാണ് അർശിന്റെ തണൽ. അവർക്കാണ് അർശിന്റെ തണൽ. കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് ഉത്തരവാദിത്വം എങ്ങനെയുണ്ട് കൊള്ളാവും. വല്ല റാഹത്ത് തന്നെയല്ലേ? വല്ല ബുദ്ധിമുട്ടോ പ്രയാസം? ഉമർ റളിയല്ലാഹു തആല സംഭവം ഞാൻ അങ്ങോട്ട് കയറിയാൽ ഒന്നും പ്രസംഗം തീരൂല. ഉമർ റളിയല്ലാഹു തആല എന്തായിരുന്നു ഭരിച്ചിരുന്നത്? എന്ത് ഭരണമായിരുന്നു? പൊട്ടിക്കരയുമായിരുന്നില്ലേ? ഒരു കുട്ടി പോലും, ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ. നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ചോദ്യമുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരയുമായിരുന്നു. രാത്രി ഉറങ്ങൂല, ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു. എന്തിന്? നാളെ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടാൻ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, അതിനു വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റി. ഇനി വോട്ട് ചെയ്യുന്നവരെ പള്ളിയിലാകട്ടെ, മഹല്ലത്തിലാകട്ടെ, മദ്രസയ്ക്കാകട്ടെ, നമ്മൾ ആരെയെങ്കിലും അധികാരത്തിന്റെ കസേരയിലേക്ക് നമ്മളെ കയറ്റിവിടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല. അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ. കുടുംബ മഹിമയും ഗോത്രമഹിമയും സ്വഭാവ മഹിമയും ഉള്ളവനെയല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിവിട്ട് നിങ്ങളുടെ ഒരു കയ്യൊപ്പതിന് സാക്ഷ്യമാണെങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ എന്തിനാണ് അനർഹനെ ഈ അധികാരത്തിലേക്ക് കയറ്റിവിട്ടത്? അതിന്റെ പേരിൽ വോട്ട് ചെയ്യുന്ന നമുക്ക് നാളെ ചോദ്യം ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ആന അലാ മഅസിയ മൻ ആന അലാ മഅസിയ വലൗ കാന ബിശത്രി കലിമ കാന ശരീകൻ ലഹു ഫീഹാ. ആരെങ്കിലും ഒരു തെറ്റിലേക്ക് കേവലം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന്റെ ചൂണ്ടാനി വിരൽ കൊണ്ടോ ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ കാന ശരീകൻ ലഹു ഫീഹാ, അവനും ആ തെറ്റ് ചെയ്തവനെ പോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി അടിച്ചു മാറ്റുന്ന ആളാണ്, നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി കൈക്കൂലി വാങ്ങുന്നവരാണ്, നിനക്കും അതിന്റെ ഒരു പങ്കുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരാൾ ചോദിക്കുന്നു, ഇവിടെ ഈ AK ബാർ എവിടെയാണ്? അയാൾ പള്ളിയിലേക്ക് വാള് പറയും, അതിൽ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി, അവിടെ കാണും. നീയും ഒരു അര സ്കോച്ച് അടിച്ചവന്റെ ഫായിദ സവാബ് നിനക്ക് കിട്ടും. നിസ്കരിക്കാൻ പോയ വലോബി ശത്രിക്കലിമ, ചെറിയ ഒരു വാക്കുകൊണ്ട് ഒരു തെറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതേപോലെ നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ചൂണ്ടിക്കാണിച്ചാലും അവർക്കും അത് കിട്ടിയതിന്റെ പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക്, ഒരുപാട് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അധികാരികൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ അല്ലാഹു തആല നൽകും. അത് നല്ലവർക്കാണ്, സ്വാലിഹീങ്ങൾക്കാണ്, ഭരണീയരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർക്കാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണകർത്താവായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ പൊട്ടിക്കരയുകയാണ്. നാളെ നേരം വെളുക്കുമ്പോ ശവ്വാലിന്റെ മാസപ്പിറവിയാണ് തെളിഞ്ഞു വരിക, അവസാനിക്കുകയാണ്. നാളത്തെ നേരം വെളുക്കുമ്പോ ദഫ്മുട്ടലും സന്തോഷത്തിന്റെ ആനന്ദം കൊണ്ട് ഈ മദീനയാകമാനം കുഞ്ഞുമക്കളടക്കം പൊട്ടിച്ചിരി കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ്. ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയും ഭരണാധികാരിയുമായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീടോ ശോകമൂകമായ അന്തരീക്ഷമാണ്. അവിടെ ചിരിയില്ല, അവിടെ കളിയില്ല, അവിടെ രസമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ പുതുവസ്ത്രമില്ല, അവിടെ ദഫ്മുട്ടുന്നില്ല, അവിടെ മാംസത്തിന്റെ ആഹാരമില്ല, അവിടെ മറ്റ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു ഇരുണ്ട മുറിയിൽ മുസല്ലയിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ കടന്നു വരികയാണ്. ഫാത്തിമ കടന്നു വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ്, ഈ രാജ്യത്തിന്റെ കിരീടാവകാശി നിങ്ങളല്ലേ? ഈ മദീനയുടെ ചെങ്കോലിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ? നാളെ നേരം വെളുക്കുമ്പോ മദീനയാകമാനം സന്തോഷത്തിന്റെ പൂത്തിരിയാണ്, സന്തോഷത്തിന്റെ തിരമാലയാണ്, ശവ്വാലിന്റെ മാസപ്പിറവിയാണ്, തക്ബീറിന്റെ മധുരമായ മൊഴികൾ കൊണ്ട് മുഖരിതമാകുന്ന ഈ മദീനയാകമാനം സന്തോഷം കൊണ്ട് ഇളകി മറിയുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണിയല്ലയോ? നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ? നിങ്ങളുടെ മക്കൾ ഇന്നെന്തേ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത്? ഈ 30 ദിവസങ്ങളെ പട്ടിണി കിടന്ന ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട മഹദി അവറുകൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി മത്സ്യം വാങ്ങണേ, മാംസം വാങ്ങണേ. മഹാനവറുകളോട് പ്രിയപ്പെട്ട പത്നി പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ നിനക്കറിയില്ലേ, കേവലം 2 ദിർഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയില്ല, എനിക്ക് മറ്റൊരു വരുമാനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ
നമുക്ക് നല്ല ഉടുപ്പും സന്തോഷങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും സ്വർഗത്തിലാണ്. തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ഫാത്തിമ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അല്ല മഹാനവർകളെ, എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ നേരം വെളുക്കുമ്പോ മദീനയാകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞുമക്കൾ തക്ബീറിന്റെ മധുരമായ മൊഴികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി, കണ്ടം വെച്ച് തയ്ച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ? മഹദിയായ ഫാത്തിമ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, അഡ്വാൻസായി 2 ദിർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അഡ്വാൻസായി 2 ദിർഹം വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചപ്പോ മഹദിയായ പത്നിയോട് നോക്കിയിട്ട് പറയുകയാണ്, എടീ പെണ്ണേ, മോളെ, എടീ പെണ്ണേ ഫാത്തിമ, ഈ 2 ദിർഹം ഞാൻ കടം വാങ്ങിയാൽ നാളെ നേരം വെളുക്കുമ്പോ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ മദീനയുടെ പൂമുഖത്തുണ്ടാകുമോ ഇല്ലയോ? നാളെ നേരം വെളുക്കുമ്പോ ഞാൻ മരിച്ചു പോയാൽ അടുത്ത മാസം ഈ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അഡ്വാൻസ് കൈപ്പറ്റില്ല ഫാത്തിമ. അതുകൊണ്ട് മക്കളോട് പറയണേ, സുഖസന്തോഷങ്ങളെല്ലാം സ്വർഗത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ ഖജനാവിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ കിടന്ന് അമ്മാനമാടുകയാണ്. 2 ദിർഹമല്ല, 5 ദിർഹമല്ല, ആയിരക്കണക്കിന് ദിർഹമിന്റെയും ദിനാറിന്റെയും ഉടമസ്ഥനാകാൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന് കഴിയും. പക്ഷേ നാളെ അർശിന്റെ തണല് ആഗ്രഹിച്ചുകൊണ്ട് കീറിയ കുപ്പായവുമായി, കണ്ടം വെച്ച് തയ്ച്ച കുപ്പായവുമായി പട്ടിണി കിടന്ന് രാജ്യത്തിന് മെഴുകുതിരി പോലെ ഉരുകി വെളിച്ചം പകർന്നു കൊടുത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് ആഗ്രഹിച്ചത് സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. നാളെ 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുണ്ടല്ലോ, ആ തണലിൽ ഒന്നാമനായി ഈ ഉമറിനും എത്തണം ഫാത്തിമ. അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഇന്ന് അധികാരത്തിന്റെ സോപാനത്തിന് വിരാജിക്കുന്നവരെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്ന നഴ്സുമാരെ, പെണ്ണന്മാരെ, നാളെ ഈ ഗുളികകളും മരുന്നുകളുമായി ആഖിറത്തിൽ നീ വരേണ്ടി വരും പെങ്ങളെ. സാധുക്കൾക്കുള്ള മരുന്നാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള മരുന്നല്ല. ഔദ്യോഗിക വാഹനത്തിലല്ലാതെ ഗവൺമെന്റിന്റെ വാഹനത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് ഘടിപ്പിച്ചു തന്നത്. പത്രം വായിക്കാനല്ല, സ്വറ പറയാനല്ല, തമാശ പറയാനല്ല. ഗവൺമെന്റിന്റെ ജോലി ഒഴിച്ച് സ്വന്തമായി വിശ്രമിക്കാൻ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ആരൊരാള് ഫാനിന്റെ സ്വിച്ച് അമർത്തിയോ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ, നാളെ ആഖിറത്തിൽ അതിന് മറുപടി പറയണം. അതുപോലെ സൂക്ഷിക്കണേ നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് സംഭവം അങ്ങോട്ട് പോയാൽ നാളെ ജോലി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അത് മാത്രം പറഞ്ഞു നിൽക്കുന്നില്ല. അധികാരികൾ വെറുതെ അല്ല അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്കാണ് അർശിന്റെ തണല്. വെറുതെ ഒന്നും തണല് കിട്ടൂല. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് വെള്ള പേപ്പർ എടുത്തിട്ട് ഭാര്യയ്ക്ക് ലവ് ലെറ്റർ എഴുതാന്ന് പറഞ്ഞാൽ നാളെ ഈ വെള്ള പേപ്പറായിട്ട് ആഖിറത്തിൽ വരണം. ഇവർക്ക് ആദിലായ ഭരണാധികാരി എന്ന് പറയാനൊന്നും പറ്റൂല. അടിച്ചു മാറ്റിയ സാധനമായിട്ട് വരണം. എനിക്ക് ഒരുപാട് ഹദീസ് ഉണ്ട്, അങ്ങോട്ട് കയറിയാൽ അത് മാത്രം തന്നെയായിരിക്കും എന്റെ വിഷയം. വേറെ അങ്ങോട്ട് കുറക്കാൻ പറ്റൂല. കുറെ വിഷയം പറയാനുണ്ട്.
അല്ലാഹു തആല നല്ല നിലയിൽ മനസ്സിലാക്കാനും ആദിലായ ഭരണാധികാരിയായി ജീവിച്ചു മരിക്കാനും അല്ലാഹു അധികാരികൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ ജമാഅത്ത് കമ്മിറ്റിക്കാരും ഭാരവാഹികളൊക്കെ പരിശ്രമിച്ചോ? ഇല്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും, തലകുനിച്ച് നിൽക്കേണ്ടി വരും. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, ദുനിയാവിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ, അവിടെ വായിക്കപ്പെടുമ്പോ, നബിയേ നബിയേ അവരുടെ മുഖങ്ങൾ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും ഹബീബേ. ഇന്ന് എത്രയോ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങിയവൻ അറസ്റ്റ് ചെയ്തു, പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക്. അയാള് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കൂല, അയാളുടെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് മുഖം മറയ്ക്കും. പീഡന കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞെളിഞ്ഞു നിൽക്കൂല, എന്നെടുത്തോ ഫോട്ടോ എടുത്തോ, ഇല്ല കുനിഞ്ഞു നിൽക്കും, കാണിക്കൂല, മുഖം കാണിക്കൂല, ലജ്ജ കൊണ്ട് നാണക്കേട് കൊണ്ട്. ഇത് ദുനിയാവിന്റെ അവസ്ഥയാണെങ്കിൽ ആഖിറത്തിലും ഇതേ അവസ്ഥയാണ്. അർശിന്റെ തണൽ കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ വിചാരണ കോടതിയിലേക്ക് കയറ്റി നിർത്തുകയാണ്. അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ്. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സികൽ യൗം അലൈക ഹസീബാ. ഇത് നിന്റെ ഗ്രന്ഥമാണോ? ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും കൈക്കൂലി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. ഒന്നുപോലും വിട്ടിട്ടേ ഇല്ല, എല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. വായിക്കടോ വായിക്കടോ. ഇവന്റെ മുന്നിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ ഓരോ സംഭവങ്ങൾ അവിടെ വെളിവാക്കപ്പെടുമ്പോ വലൗ തറാ ഇദിൽ മുജ്രിമൂൻ നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ അവർ തലകുനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പോലീസിന്റെ കാല് പിടിക്കുന്നത് പോലെ, ഗവൺമെന്റിന്റെ കാല് പിടിക്കുന്നത് പോലെ, യമാനെ ഒന്ന് രക്ഷിക്കണേ, രാഷ്ട്രീയക്കാരന്റെ കാല് പിടിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ ഒന്ന് രക്ഷിക്കണേ, ഒന്ന് രക്ഷിക്കണേ, എന്റെ മുഖത്തെ വിവരണമാക്കരുത്, എന്നെ പരസ്യപ്പെടുത്തരുത്, എന്റെ ലജ്ജയെ നിങ്ങൾ കാണണേ, എന്റെ ന്യൂനതയെ മറച്ചു വെക്കണമേ എന്ന് അധികാരികളുടെ കാല് പിടിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇവൻ പറയുകയാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിന്റെ യാഥാർത്ഥ്യവും നിന്റെ അസ്തിത്വവും ആഖിറത്തിന്റെ വലിപ്പവും അർശിന്റെ തണലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ, ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ. നഅമൽ സാലിഹാ. ഞങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ. ഉറപ്പ് പറയുന്നു അല്ലാഹ്, ഇനി വഞ്ചിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയ്ക്ക് എതിരെ പ്രവർത്തിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയെ ലംഘിക്കില്ല അല്ലാഹ്. ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു അല്ലാഹ്, നിന്റെ സിംഹാസനത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നു അല്ലാഹ്, നർജിഉ നഅമൽ സാലിഹാ ഫർജിഅനാ. ഒന്ന് മടക്കണമേ, മടക്കണമേ. നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി നാണം കെട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഇന്ന് അഭിമാനത്തോടുകൂടി ജീവിക്കണേ അധികാരി വർഗമേ. എങ്കിൽ അല്ലാഹു അവർക്ക് ഒന്നാമത്തെ സ്ഥാനം അർശിന്റെ തണലിൽ നൽകുകയാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. 2 ശാബുൻ നശഅഫി ഇബാദത്തില്ലാഹ്. ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻ. പന്ത് കളി, ഫുട്ബോൾ കളി, ഷട്ടിൽ ബാറ്റ്, TV, സീരിയല്, സിനിമ,
ലൈനടി, ലൈൻ പിടുത്തം, കണക്ഷൻ കൊടുക്കല്, കണക്ഷൻ കൊടുപ്പിക്കല്, ബ്രോക്കിംഗ് പണി, ബ്രോക്കർ പണി, എല്ലാ പണികളും ചെയ്യുന്ന ന്യൂ ജനറേഷൻ. നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് വിളിക്കുന്നത് രണ്ടാമത് വിളിക്കുന്നത് നിങ്ങളെയാണ് വിളിക്കുന്നത്. അർശിന്റെ തണൽ വേണോ? അർശിന്റെ തണൽ കണ്ടുക, അർശിന്റെ തണൽ കണ്ടുക, കണ്ടില്ലേ? ബാ ബാ. ഇപ്പൊ ഇന്ന് ന്യൂ ജനറേഷന്റെ മൊബൈലിൽ മൊത്തം ഇപ്പൊ അതാണല്ലോ. ഓരോരോ രാജ്യത്തിനനുസരിച്ച് ഓരോരോ നാടിനനുസരിച്ച് ഇപ്പൊ അറബികൾ പോലും അതിപ്പോ എങ്ങനെ അവരിപ്പോ താഴ്ന്ന് വിളിക്കായിരിക്കും. കണ്ടുക്ക കണ്ടുക്ക എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത് പോലെ ഇപ്പൊ എല്ലാരും അത് തന്നെ അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോലെ. അത് തുടങ്ങി വെച്ചാരാ? മുസ്ലിം പെണ്ണ്. ഇനി സിനിമ എടുക്കാൻ പോകുന്ന ആരാ? മുസ്ലിം കുടുംബം. ഇതാരാ ലോകത്തെ പരിചയപ്പെടുത്തത്? അത് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണൽ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഈ ചൂട് സഹിക്കാൻ വയ്യ. 15,15,14,000 ചില്ലുവാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഗർജിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ നമുക്കിപ്പോ കഴിയുന്നില്ല. വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്, ഓടുകയാണ്. ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടി. 20 വർഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ. പക്ഷെ വെള്ളമില്ല. ഇപ്പോഴും ടാങ്കർ ലോറി ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം, കുടിവെള്ളം, കുടിവെള്ളം. വെള്ളമില്ല. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശിന്റെ തണൽ രണ്ടാമതായി അല്ലാഹു നൽകാന്ന് പറയും നമ്മുടെ ചെറുപ്പക്കാരാണ്. ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സജ്ജരാകുന്ന യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തിലുള്ള ഇബാദത്താണ് അല്ലാഹുക്ക് വേണ്ടത്. അല്ലാഹുക്ക് അതാണ് വേണ്ടത്. നിന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചുറുചുറുക്ക്, അതാണ് കൂലി കൂടുതൽ. ഇന്ന് വയസ്സര് എന്നാ പിന്നെന്താ അല്ലാഹു തആല വയസ്സന്മാർക്ക് അർശിന്റെ തണൽ കൊടുക്കാന്ന് പറയാത്തത്? ഈ വയസ്സന്മാർ ഇന്ന് കട്ടിലും കസേര എടുത്തിട്ട പള്ളിയിലേക്ക് നിന്ന് നമസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമല്ലേ ഉള്ളൂ ഇരുന്ന് നമസ്കരിക്കലേ. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുകയാണ്. സുജൂദും റുകൂഉം വേണ്ടവണ്ണം പരിപൂർണമായിട്ട് നിറവേറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് യുവാക്കൾക്കാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനതയിൽ നിന്നാണ്. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോരക്കുഞ്ഞ്, ആ കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൾ, ആ പൊന്നുമോൻ, ആ പൊന്നുമോൾ മറ്റൊരാളുടെ പരസഹായമില്ലാതെ കഴിയാൻ പറ്റുകയില്ല. ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്, അല്ലാഹു ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ثم جعل من بعد ضعف قوة, ആ ബലഹീനതയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം നൽകിയില്ലേ? അല്ലാഹു യുവത്വം നൽകിയില്ലേ? ആരോഗ്യമുള്ള ഗാത്രരാക്കിയില്ലേ? യുവാക്കളെ, നിങ്ങളോടാണ് അല്ലാഹുവിന്റെ ചോദ്യം. നിങ്ങളോടാണ് അല്ലാഹുവിന്റെ ചോദ്യം. അല്ല ഓടിച്ചാടി നിസ്കരിക്കാനും പള്ളി പോകാനും പറ്റിയ പവർ. രാവിലെ ഓടുന്ന മാരത്തോൺ ഓട്ടം, എത്ര ഓട്ടം ഓടുക? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും. വീട്ടിൽ നിന്ന് പള്ളി വരെ സുബഹിക്ക് ഓടൂല. മഹല്ലിലേക്ക് നമ്മൾ ഓടൂല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും. പക്ഷേ അത് ടിവിയിൽ കാണും. നിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഓടുന്നത് ടിവിയിൽ കാണൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മറ്റൊരു വർഗത്തെ കൊണ്ട് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. നീ പള്ളിയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിൽ മലക്കുകൾ ക്യാമറയുമായി നിൽക്കുകയാണ്. നീ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് നീ നടന്നു പോകുന്ന ഓരോ ചുവടുവെപ്പുണ്ടല്ലോ, ആ ചുവടുവെപ്പും മലക്കുകൾ ഒപ്പിയെടുക്കുകയാണ്. ആ മലക്കുകൾ ഒപ്പിയെടുത്തുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചിട്ട് പറയുകയാണ്, പടച്ച റബ്ബേ, ഈ പാവപ്പെട്ട യുവാവുണ്ടല്ലോ, ഈ പാവപ്പെട്ട സഹോദരിയുണ്ടല്ലോ, ഈ അർശിന്റെ തണലിന് അർഹയാണ് അല്ലാഹ്. ഈ യുവാക്കൾക്ക് അർശിന്റെ തണൽ. എന്തേ? സുബഹി സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് ഓടുന്നു. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരം. എത്ര ജോലിയായാലും എത്ര യാത്രയായാലും
എവിടെയായാലും വിളിക്കുന്നു, നമ്മളെ ആരോ വിളിക്കുന്നു, പെട്ടെന്ന് ചിന്തയുണ്ടാകും. ഇന്നിവിടെ കേൾക്കാൻ, ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ ബാങ്ക് വിളിക്കുമ്പോൾ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 6 സ്ഥലത്തുള്ള സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ഒന്ന് ഇൻദൽ അദാൻ യുഹബിതു അമല 30 സന, 30 വർഷത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയും ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ. അത് മാത്രം മതിയല്ലോ, ബാക്കിയുള്ള പറയേണ്ട കാര്യമില്ല. 6 കാര്യം, 6 സ്ഥലത്തെ സംസാരം സൂക്ഷിക്കണം. പറഞ്ഞേക്കാം, ചിലപ്പോൾ അമൽ ചെയ്താലോ. അൽ ഹദീസു ഫിൽ മസ്ജിദ്, പള്ളിയിൽ മസ്ജിദിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല. ജന്നിബു മസാജിദകും സിബിയാനകും വമജാനീനകും വശിറാകും വബൈഅകും വറഫഅ അസ്വാതികും വസല്ല സുയൂഫികും വഖുസൂമാതികും واتخذوا أبوابها المطاهر وجمروها في الجمع كما قال عليه السلام. അത് വിഷയം അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് മസ്ജിദിൽ സംസാരം പാടില്ല. നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, അതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പറയാം. ചില ആൾ പറയും മസ്ജിദിൽ സംസാരിച്ചാൽ ഇപ്പൊ എന്തേ, ഇനി ഒരുപാട് ഹദീസ് ഉണ്ട്, പോകുന്നില്ല, കടക്കുന്നില്ല, സമയമില്ല. الحديث في المسجد يحبط عمل 30 سنة. الحديث عند تلاوة القرآن، قرآن ودنبو سمساري كرده. وإذا قرئ عليهم القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. ഖുർആൻ ഓതുന്ന സദസ്സിൽ സംസാരിച്ചാൽ അമലുകൾ നഷ്ടപ്പെടും. അൽ ഹദീസു ഇൻദ മജ്ലിസിൽ ഇൽമ, മജ്ലിസിൽ ഇൽമ, ഇൽമിന്റെ മജ്ലിസിൽ സംസാരിക്കരുത്. അനാവശ്യ ഭാഷണം പാടില്ല, അത് തെറ്റാണ്. യുഹ്ബിതു അമല 30 സന, 30 വർഷത്തെ അമൽ നഷ്ടപ്പെട്ടു പോകും. അൽ ഹദീസു ഇൻദൽ മയ്യിത്ത്, മയ്യിത്തിന്റെ അരികിൽ വെച്ച് സംസാരിക്കരുത്. ഇദാ ഹദർതുമുൽ മയ്യിത്ത فقولوا خيرا فإن الملائكة تؤمنون على ما تقولون. മയ്യത്ത് വീട്ടിൽ പോയാൽ, മയ്യത്തിന്റെ അരികിൽ പോയാൽ നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ പറയരുതേ. മാലാഖമാർ നിങ്ങളുടെ സംസാരത്തിന് ആമീൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഹദീസു ഇൻദൽ മഖാബിർ, മഖ്ബറകളിൽ ദുനിയാവിന്റെ ഭാഷണം അരുതേ. മയ്യത്തടക്കാൻ പോകുമ്പോ പള്ളിയുടെ മഖാബറുകളിൽ ദുനിയാവിന്റെ ഭാഷണം പാടില്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇസ്തഗ്ഫിറൂ ലി അഖീകും ഫഇന്നഹു അൽആന യുസ്അൽ സലൂലഹു അത്തസ്ബീത്. ആ മയ്യത്തടക്കുമ്പോൾ ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കിയിട്ട് ആ സഹോദരന് വേണ്ടി തസ്ബീത്തിന് വേണ്ടി ചോദിക്കണേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജൻബി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഓതണേ, ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കണേ. വൽ ഹദീസു ഇൻദൽ അദാൻ, ബാങ്ക് വിളിക്കും. 6 കാര്യത്തെ സ്ഥലം, ഈ 6 കാര്യങ്ങൾ സംസാരം അമലുകൾ നഷ്ടപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചോളി. അപ്പൊ നമുക്ക് എന്താ വേണം, നമ്മൾ പറഞ്ഞ വിഷയം, ചെറുപ്പക്കാർ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. സുബഹിക്ക് വിളിക്കും. നല്ല ഒന്നുകൂടെ ശ്വാസം പിടിച്ചുവിടാം. അത് പിടിച്ചുവിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. ഒരു ബെഡ് കാഫിയോടെ സുബൈക്ക് പള്ളിയിൽ പോകുന്നവർക്ക് ഒരു ബെഡ് കാഫി ഇട്ട് കൊടുക്കാം. സുബൈക്ക് പള്ളിയിൽ പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി, രാവിലെ എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ ഉടനെ മിസ്വാക്ക് ചെയ്യുക, തണുത്ത വെള്ളം കുടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു. ഇന്ന് ഡോക്ടർമാർ പറയുന്നതാണ് തണുത്ത വെള്ളം കുടിക്കണം രാവിലെ വെറും വയറ്റ്. പോട്ടെ, അത് ശാസ്ത്രം, വൈദ്യശാസ്ത്രം, അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പൊ ചെറുപ്പക്കാർ, യുവാക്കളെ, നിങ്ങളെ വിളിക്കാൻ വാ, പള്ളിയിലേക്ക് വാ.
ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം. വെറുതെ ആണോ 5 നേരം വിളിക്കുന്നത്? വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നത്? ഇബാദത്തിൽ കഴിഞ്ഞുകൂടണം. ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നതിന് പകരം നിങ്ങൾ അതിന്റെ പിന്നാലെ പഞ്ചിങ്, കിസ്സിങ്, പ്രസ്സിങ്, ടച്ചിങ് ഇതുമായിട്ട് നടന്നാൽ നാളെ ആഖിറത്തിൽ വരും. ചെറുപ്പക്കാരെ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. യാസീൻ ഓതുന്നവർ മനസ്സിലാക്കിക്കോളി, യാസീൻ ഓതുന്നവരാണ്. ഈ ആയത്ത് വരുമ്പോൾ ഓർത്തോളി. ഈ ആയത്ത് വരുമ്പോൾ നമ്മുടെ ലൈനൊക്കെ ഒന്ന് ഓർത്തോണം എല്ലാവരും. ഈ ആയത്ത് ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ആർക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് അർശിന്റെ തണൽ വേണമോ? അല്ലാഹു നിന്നെ സ്കാൻ ചെയ്യുകയാണ്. നിന്റെ നാവിനെ അല്ലാഹു ബന്ധിക്കുകയാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഇന്ന അവ്വല അൽമിൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാഹ് ഫഖദുഹു മിനർ റിജ്ലി ശിമാൽ. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അർശിന്റെ തണൽ നൽകപ്പെടുന്നതിന് മുമ്പ് ഇതാ വിചാരണ ചെയ്യുകയാണ്. ആദ്യം നിന്റെ വായ് ബന്ധിക്കുകയാണ്. നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. നിന്റെ അവയവങ്ങളാണ് പിന്നീട് അല്ലാഹുവിനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ തലോടിയിട്ടുണ്ട്, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ്. ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്. ആ ഇടത് കാല് പടച്ചവനോട് വിളിച്ചു പറയുകയാണ്, വഖാല യാ റബ്ബി, പടച്ചവനെ, റകിബ്തു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റിയ കാലാണ് ഞാൻ. എത്ര പെണ്ണിനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയ കാലാണ്. എത്ര നൈറ്റ് ക്ലബ്ബുകളിൽ പോയ കാലാണ്. എത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ്. എത്ര തിരക്കുള്ള ബസിന്റെ പിന്നിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ്, തുടയാണ്. പടച്ച റബ്ബേ, ആരോരുമില്ലാത്ത വീട്ടിൽ ഭർത്താവ് ഗൾഫിൽ പോയ സമയത്ത് ആ പെണ്ണിനോടൊപ്പം കിടന്ന തുടയാണ്. അല്ലാ, നീ പറയേണ്ട ചെറുപ്പക്കാരാ, നീ പറയേണ്ട ചെറുപ്പക്കാരാ, ഈ അവയവമാണ് പറയുക. ആദ്യമായി നമ്മുടെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖദുഹു മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്. പ്രവാസികളെ, ഹലാലായ ഭാര്യയുണ്ടായിട്ട് 2 വർഷവും 3 വർഷവും 4 വർഷവും വിദേശ ജീവിതം നയിച്ചിട്ട് ഫലസ്തീനി പെണ്ണിനെ, സൂരി പെണ്ണിനെ, മിസ്രി പെണ്ണിനെ, ശ്രീലങ്കി പെണ്ണിനെ, ഫിലിപ്പൈനി പെണ്ണിനെ നിന്റെ മടിയിലേക്ക് എടുത്തു വെക്കാറില്ലേ? നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ തുടയല് പറയുമത്രേ, യാ റബ്ബി, പടച്ചവനെ, റകിബ്തു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റി ഞാൻ. അല്ലാഹ്, നമ്മളൊന്നും ന്യൂ ജനറേഷൻ ഇബാദത്ത് വെറുതെ കിട്ടൂല, വെറുതെ അർശിന്റെ തണല് കിട്ടൂല, വെറുതെ കിട്ടൂല. ഇപ്പൊ തന്നെ ചാൻസ് ഉണ്ടല്ലോ, ഏത് തെറ്റാണെങ്കിലും അല്ലാഹ് മാപ്പാക്കി തരും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله
ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, ഖേദിക്കരുതേ, വിഷമിക്കരുതേ. പാപികളാണ് നമ്മൾ, സാധുക്കളാണ് നമ്മൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോലും തെറ്റിലേക്ക് കടന്നു പോയെങ്കിൽ അതിന്റെ മക്കളും അതിലേക്ക് വീണു പോകാം. അള്ളാഹു അതിന് മരുന്ന് തന്നിട്ടുണ്ട്, അതിന് പോംവഴി നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയോ, ആരെങ്കിലും മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ, ആരെങ്കിലും അനാവശ്യ അനാശാസ്യ മ്ലേച്ഛ സംസ്കാരത്തിന് ആരെങ്കിലും കൂട്ടുനിൽക്കുകയോ, ആ കൂട്ടുനിൽക്കുന്ന സമയത്ത് ഉടനെ പടച്ച തമ്പുരാനെ ഓർക്കുകയാണ്. അല്ലാഹുവേ, നീ മറയില്ലാത്തവനാണല്ലോ. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും മന്ത്രങ്ങളും അല്ലാഹുവേ നീ അറിയുന്നവനല്ലേ. ഉടനെ അവൻ റബ്ബിനെ ഓർക്കുകയാണ്. അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടനെ പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയാ. എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തൗബ ചെയ്തു മടങ്ങിക്കോ. കൈകാലികൾ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിലേക്ക് മടങ്ങിക്കോ. നാളെ അർശിന്റെ തണലിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നബിതങ്ങളോടൊപ്പം അർശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് പരിലസിക്കാം. ശാബുൻ നശാഫി ഇബാദത്തില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്തിന് വേണ്ടി ഒരുക്കം കൂട്ടിയ, അതിനു വേണ്ടി പരിശ്രമിച്ച ചെറുപ്പക്കാരായ യുവാവേ, നിനക്ക് അർശിന്റെ തണലാണ്, അർശിന്റെ തണലാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു. ലമ്മ തഅജ്ജല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ റബ്ബിഹി, റബ്ബിലേക്ക് കടന്നു പോയപ്പോൾ മർറ ബിറജുലിൻ, ഒരു മനുഷ്യന്റെ അരികിലേക്ക് കടന്നു പോകുന്നു. ഫഖബതഹു ബിഖുർബിഹി മിനൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ. അർശിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു. ആ ചെറുപ്പക്കാരനെ കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. യാ റബ്ബ്, പടച്ച റബ്ബേ, അഖ്ബിർനി മൻ ഹാദാ, ആരാണ് റബ്ബേ ഈ അർശിന്റെ തണലിൽ ഇത്രത്തോളം പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു അനക്കവും ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ആരാണ് പടച്ചവനെ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസാ ലാ നുഖ്ബിറു ബിസ്മിഹി, അവന്റെ പേര് ഞാൻ നിനക്ക് പറയൂല, അവന്റെ പേര് ഞാൻ പറഞ്ഞു തരൂല. വസനുഖ്ബിറുക ബിഅമലിഹി, അവൻ ഈ അർശിന്റെ തണലിൽ അങ്ങനെ തന്നെ പിടിച്ചു കിടക്കുന്നതിന്റെ കാരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സമീപിച്ചപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സംഭവമാണ്. അർശിന്റെ താഴ്ഭാഗത്ത് ഫഖബതഹു, ഒരു ചെറുപ്പക്കാരൻ അർശിന്റെ തണലിൽ അങ്ങനെ തന്നെ വിശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കുകയാണ്, പടച്ച തമ്പുരാനെ, മൻ ഹാദാ, ആരാണിവൻ? ഈ അർശിന്റെ താഴ്ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണല്ലോ, അർശിന്റെ തണലിൽ തന്നെ കഴിയുകയാണല്ലോ, അർശിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ മഹാനുഭാവൻ ആരാണ്? ഇത്രത്തോളം നന്മ എന്താണ് ഇവൻ ചെയ്തതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മറുപടി, വലാ നുഖ്ബിറുക ബിസ്മിഹി, അവൻ
അവന്റെ നാമം നിനക്ക് ഞാൻ അറിയിക്കുകയില്ല, പറയുകയില്ല. വസനുഖ്ബിറുക ബിഅമലിഹി, അവന്റെ പ്രവൃത്തി ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അജൽ യാ റബ്ബി, പടച്ചവനെ അറിയിച്ചു തന്നാലും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥിരതയോടെ നിലകൊള്ളുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ലാ യഹ്സുദു അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹം ലഭിച്ചവരെ നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരിക്കൽ പോലും അസൂയപ്പെടാത്ത ചെറുപ്പക്കാരനാണ്. അത് ആരായാലും, അത് ആണായാലും അത് പെണ്ണായാലും, ലാ യഹ്സുദൂന الناس അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹു നൽകിയ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട്, മറ്റൊരാൾക്ക് ചെയ്ത അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് അസൂയപ്പെടരുതേ, അസൂയപ്പെടരുതേ. അസൂയ നല്ലതല്ല, നല്ലതല്ല. അസൂയ പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്. പിശാച് പറയുകയാണ് മറ്റുള്ള കൂട്ടുകാരോട്, നിങ്ങളെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ജനങ്ങൾക്കിടയിലേക്ക് അസൂയയും വിദ്വേഷവും നിങ്ങൾ വളർത്തണമേ. ആ രണ്ട് കാര്യങ്ങളും ശിർക്കിനോട് അടുത്തതാണ്, അടുത്തതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിർക്കിനെ ഇഷ്ടപ്പെടാറില്ല. ശിർക്ക് വെക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാറില്ല. അല്ലാഹുവിന് പുറമേ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പടച്ച തമ്പുരാൻ മാപ്പ് ചെയ്യുകയില്ല എന്നതുപോലെ ആരൊരാള് അസൂയപ്പെടുന്നുവോ, ആരൊരാള് ദുനിയാവിൽ അതിക്രമം കാട്ടുന്നുവോ, വിദ്വേഷവും വിധ്വംസനത്തിനും കൂട്ടുനിൽക്കുന്നുവോ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയേ ഇല്ല തന്നെ. അതുകൊണ്ട് അർശിന്റെ താഴ്ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് മൂസാ നബി നോക്കിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ മറുപടിയാണ്, ലാ യഹ്സുദൂന الناس അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലിഹി. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് കണ്ണുവിടാതെ, അതിൽ അസൂയ ഉണ്ടാകാതെ, അതിൽ കുശുമ്പു കാണിക്കാതെ അവന് വേണ്ടി ദുആ ചെയ്യുന്നവനായി മാറിയാൽ അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണല്ലോ എന്ന് കരുതി നീ സമാശ്വസിച്ചാൽ നിനക്ക് നാളെ അർശിന്റെ തണലാണെന്ന് പരിശുദ്ധ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവുമായുള്ള മുനാജാത്തിലൂടെ അറിയിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സംഭവം. ഒരാളോടും അസൂയപ്പെടാൻ പാടില്ല. അസൂയ നല്ലതല്ല. അസൂയയെ കുറിച്ച് അത് ഒരു ദിവസത്തെ അത് പറയണം. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സമയത്ത് ഈ വൈകിയ സമയത്തിന് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു നിലയ്ക്കും അസൂയപ്പെടാൻ പാടില്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ പിടിച്ച തുരുമ്പ് പോലെയാണ്. ആ ഇരുമ്പിനെ ആ തുരുമ്പ് തിന്നു തീർക്കുന്നത് വരെ ഒരു കാരണവശാലും ആ തുരുമ്പ് മാറിപ്പോവുകയേ ഇല്ല. അതാണ് ആ സാധനം. അങ്ങനത്തെ സാധനമാണ്. ആ സാധനം അങ്ങനെ കാർന്ന് തിന്നുന്നതായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അസൂയ ആകാശത്ത് വെച്ച് നടന്ന അസൂയയാണ് ഇബ്ലീസ് ശപിക്കാനുള്ള കാരണം. ഇബ്ലീസിനെ ശപിക്കാൻ, ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ഡിഗ്രി എന്താണ്? ഹസദ്, അസൂയ. ഭൂമിയിൽ അസൂയ ഉണ്ടാക്കിയത് കൊണ്ടാണ് കാബീലും ഹാബീലും തമ്മിൽ കൊലയുണ്ടാകാനുള്ള കാരണം. കാബീൽ ഹാബീലിനെ കൊല്ലാനുള്ള കാരണം ദുനിയാവിലെ ഭൂമിയിൽ ഭൂലോകത്ത് വെച്ച് നടന്ന അസൂയ. അപ്പൊ ഈ രണ്ട് അസൂയക്കും മരുന്നില്ല. അതുകൊണ്ട് ശപിക്കപ്പെട്ടവരായി മാറും. ആരും മറ്റൊരാളോട് അസൂയ കാണിക്കാതിരുന്നാൽ അർശിന്റെ താഴ്ഭാഗത്ത് അവർക്ക് സ്ഥാനമുണ്ട്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറിയിച്ചു കൊടുക്കുകയാണ്, വലാ
ഈ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനം പിടിച്ചവരാരെന്ന് പറയട്ടെയോ? തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവനാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവന് അർശിന്റെ തണലില്ല, അർശിന്റെ തണലില്ല. ഇന്നല്ലാഹ തആല ഔഹാ ഇലാ മൂസാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹി ഇറക്കി കൊടുക്കുകയാണ്. യാ മൂസാ വഖിർ വാലിദൈൻ, ഏ മൂസാ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ. വമൻ വഖറ വാലിദൈ, ആരൊരാൾ തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുവോ വവഹബതു ലഹു വലദൻ യുവഖിറുഹു, അവർക്ക് ഞാൻ അവരെ ബഹുമാനിക്കുന്ന മക്കളെ നാം നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹി ഇറക്കി കൊടുക്കുകയാണ്. യാ മൂസാ മൻ അഖ വാലിദൈ വവഹബതു ലഹു വലദൻ യുഅഖി വഖസർതു ഫീ ഉംരിഹി, ആരൊരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുവോ, ആരൊരാൾ തന്റെ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നുവോ അവരുടെ മക്കളെയും പീഡിപ്പിക്കുവാൻ ആ കുട്ടികളോട് ഞാൻ കൽപ്പിക്കുകയും അവരുടെ ആയുസ്സിനെ നാം കുറച്ചു കളയുകയും ചെയ്യും. മൂസാ, ആരൊരാൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുവോ ആ ബഹുമാനിക്കുന്ന മക്കൾക്ക്, അവർക്ക് നൽകുന്ന മക്കളെ അവരെ ബഹുമാനിക്കുന്നവരാക്കി ഞാൻ മാറ്റിക്കളയും മൂസാ. മാത്രമല്ല അവരുടെ ആയുസ്സിന് ഞാൻ ദൈർഘ്യം നൽകും മൂസാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ താഴ്ഭാഗത്ത് കണ്ടത് മാതാപിതാക്കളെ വേദനിപ്പിക്കാത്ത മക്കളാണ്. ആ മക്കൾ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥിരവാസം അനുഭവിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, കൈഫ യഉഖു വാലിദൈഹി യാ റബ്ബ്, പടച്ചവനെ പടച്ചവനെ എങ്ങനെയാണ് ഒരു മാതാപിതാവിനെ വേദനിപ്പിക്കുക? ആരാണ് വേദനിപ്പിക്കുക? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, മൂസാ ഒരാള് തന്റെ ഉപ്പയെ ഉമ്മയെ തെറി പറയുവാൻ, ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമെതിരെ തെറി പറയുവാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയാണ്. ഹത്താ യുസബ്ബ, ആ മാതാപിതാക്കൾ തെറി പറയപ്പെടുന്നതുവരെ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ലയോ, മിനൽ കബായിർ, വൻ പാപത്തിൽ പെട്ടതാണ് ശത്മുർ റജുലി വാലിദൈ, ഒരാൾ തന്റെ മാതാപിതാക്കളെ തെറി പറയൽ. ഖാലൂ, സഹാബത്ത് ചോദിച്ചു പോയി, ഹൽ യസ്തിമുർ റജുലു വാലിദൈ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ നബിയേ? തെറി പറയുമോ നബിയേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നൽകിയ മറുപടി, യസുബ്ബു അബാഹു ഫയസുബ്ബു അബാഹു യസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. ഒരാൾ തന്റെ മാതാപിതാക്കളെ തെറി പറയുമ്പോൾ അദ്ദേഹം അവരുടെ മാതാപിതാക്കളെ തെറി പറയും. ഒരാൾ തന്റെ ഉമ്മയെ തെറി പറയുമ്പോൾ അയാൾ മറ്റൊരാളിന്റെ ഉമ്മയെ തെറി പറയും. അത് തന്നെയാണ്, ഇത് വൻപാപമാണ്, വൻപാപമാണ്. അതിന്റെ പേരിൽ നാളെ ആഖിറം നഷ്ടമാണ്, അർശിന്റെ തണൽ നഷ്ടമാണ്. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അർശിന്റെ താഴ്ഭാഗത്ത് രണ്ടാമത്തെ കൂട്ടരാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവർ. ഒരുപാട് സംഭവങ്ങൾ ഉപ്പയെ ഉമ്മയെ വേദനിപ്പിച്ചവർ അനുഭവിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ പരിശുദ്ധ ഹദീസുകൾ കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ മാതാപിതാക്കളും മക്കളും എന്ന വിഷയം മാത്രം വെക്കുമോ, അല്ലെങ്കിൽ ഖബറിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, സംഭവങ്ങൾ, ആ ഖബറിലെ പീഡനങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഖബറിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സംഭവങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സംഭവം എന്താണ്?
ഒരാൾ മറ്റൊരാളോട് അസൂയ വെക്കാനേ പാടില്ല. അങ്ങനെ അസൂയ വെച്ചാൽ അവർക്ക് നാളെ അർശിന്റെ തണലിൽ അവർക്ക് സ്ഥാനമില്ല. ഒരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാനേ പാടില്ല. അങ്ങനെ വേദനിപ്പിച്ചാൽ അവർക്ക് അർശിന്റെ താഴ്ഭാഗത്ത് ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല. വലാ യമുദ്ദു യദൈഹി ഇലാ മാ ലാ യഹില്ലു അലൈഹി. മൂന്നാമതായി പഠിപ്പിക്കുകയാണ് അർശിന്റെ താഴ്ഭാഗത്ത് അധിവസിക്കുന്നവരെ കുറിച്ച്. ഹലാലല്ലാത്ത ഭാഗത്തേക്ക്, ഹലാലല്ലാത്ത വഴികളിലേക്ക്, ഹലാലല്ലാത്ത ഒരു രൂപയിലേക്കോ ഒരു പൈസയിലേക്കോ വിഭവങ്ങളിലേക്കോ ഒരു വസ്തുവിലേക്കോ ഒരു സാധനങ്ങളിലേക്കോ ഒരാൾ തന്റെ കൈ നീട്ടാതിരുന്നാൽ അവന് നാളെ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനമുണ്ടാകും. വലം യമുദ്ദ യദൈഹി ഇലാ മാ ലാ യഹില്ലു അലൈഹി. ഹലാലല്ലാത്ത ഭാഗത്തേക്ക് കൈ ചൂണ്ടാൻ പാടില്ല. ഒരാളുടെ സാധനം നമ്മൾ മോഹിക്കാൻ പാടില്ല. അത് ഹലാലല്ലാത്ത സാധനമാണ്. പള്ളിയിൽ പോകുന്ന സഹോദരങ്ങൾ നല്ല ചെരുപ്പ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത് നല്ല രസമുണ്ടല്ലോ കാണാൻ, അടിച്ചു മാറ്റിക്കൊണ്ടു പോകാം. ഇവൻ നാളെ ഈ ചെരുപ്പുമായിട്ട് മൈസറിൽ പറഞ്ഞു ഇവൻ അർശിന്റെ തണലില്ല. ഏതെങ്കിലും കടയിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ മുതലാളി പള്ളിയിൽ പോകുന്ന സമയം നോക്കിയിട്ട് വലിവിന്റെ വലിവ് ആസ്മല്ല വലിവ്, നോട്ട് വലിക്കുക, റിയാല് വലിക്കുക, ആ വലിവ്, അങ്ങനെ വലിക്കുന്നവർ അവര് നാളെ അർശിന്റെ തണലിൽ കിട്ടും. സമ്പത്തും പലിശ എന്നൊരു വിഷയം അടുത്ത സമയത്ത് ഞാൻ ഇറക്കി, ഒരുപാട് പേര് കേട്ടു. അപ്പോൾ ആ വിഷയം സമ്പത്തും പലിശയും കേട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു ഈ അടുത്ത സമയത്ത്. പറഞ്ഞു, ഉസ്താദേ, ഞാൻ എൻ്റെ അറബിയിൽ നിന്ന് പൈസ ഒക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പോയി. ഞാൻ എൻ്റെ അറബി എടുക്കൽ പോയിട്ട് പറഞ്ഞു, അറബിയെ, ഞാൻ നിന്റെ പൈസ ഞാൻ അടിച്ചു മാറ്റി, എന്റെ കൈ നീ മുറിച്ചോ, എന്റെ തല വെട്ടിക്കോ, എന്നെ നീ ജയിലിലിട്ടോ, മാഫി മുഷ്കിൽ. ഞാൻ അള്ളാഹയെ പേടിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു മുത്തവാട പ്രസംഗം കേട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നിന്റെ പൈസ ഞാൻ എടുത്തു. ഓ, സത്യത്തിൽ നമ്മളാന്നേ പറയാ, ഈ പ്രസംഗിച്ച മൊയിലിയാർ അടിച്ചു മാറ്റി ഞാൻ പോയി പറയാ. സൗദിയിലെങ്ങാനും പോയിട്ട് ഇതെങ്ങാനും പറഞ്ഞ വല്ലാഹി സത്യം ഞാൻ കളവ് പറയല്ല. എന്നെ അടുത്ത ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ച സംഭവമാണ്. ഞാൻ എൻ്റെ സ്പീക്കർ ഓൺ ആക്കിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടത്തിൽ വണ്ടിയുള്ളവരോട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുക, വല്ല തൗബ ഉണ്ടോ? സഹാബാക്കൾ നബിതങ്ങളോട് പോയി തൗബ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ആ സഹോദരൻ അത് കേട്ടിട്ട്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു ഉസ്താദ്, എനിക്കതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എനിക്കതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ പണയം വെച്ചിട്ടാണ് ഗൾഫിലേക്ക് വന്നത്. അപ്പൊ അത് പലിശ അല്ലേ? ആ പലിശയുടെ സ്വത്താണ് എനിക്കുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറബിയുടെ പൈസ ഒക്കെ 10 റിയാൽ 20 റിയാൽ 30 റിയാലൊക്കെ അടിച്ചു മാറ്റാറുണ്ട്. ഞാൻ അറബിയുടെ മുന്നിൽ പോയിട്ട് പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ നോക്കണം, ഈമാനോട് ഇഖ്ലാസോട് പറഞ്ഞ അറബി പറഞ്ഞു, മാഫി മുഷ്കിൽ, മാഫി മുഷ്കിൽ, മാഫി മുഷ്കിൽ, താനി മറ മാഫി, താനി ഇനി മേൽ ഞാൻ എടുക്കുകയില്ല, രണ്ടാമത് ഇനി ഞാൻ എടുക്കുകയില്ല എന്ന് ആ സഹോദരൻ അറബി വിട്ടുവീഴ്ച ചെയ്തു. ആലോചിച്ചു. സാധാരണഗതിയിൽ അതേപോലെ ഖത്തറിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. ഖത്തറിൽ നിന്നൊരു സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ ഒരു സുഡാനിയായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. ഈ ഹദീസ്, ഈ സംഭവങ്ങൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, ഉസ്താദേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അറബിയുടെ പൈസ കുറെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട്. എത്ര പൈസ അടിച്ചു മാറ്റി കാണും? അത് ഞാൻ കണക്ക് കൂട്ടിട്ടില്ല. കണക്ക് കൂട്ടിട്ട് അടുത്ത ആഴ്ച വിളിക്കാം. പിറ്റേ ആഴ്ച വിളിച്ചു. എത്ര? 85,000 റിയാല്. 85,000 റിയാൽ എന്ന് പറഞ്ഞാൽ 16 ലക്ഷം റുപ്യ നമ്മുടെ നാട്ടില് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യണം ഉസ്താദേ? ഇത് ഞാൻ കൊടുക്കണോ? ഞാൻ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിലാക്കും. ഞാൻ എന്ത് ചെയ്യാൻ? എങ്ങനത്തെ പരിഹാരം? അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ വെക്ക്, ഞാൻ ഉലമാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനുള്ള പരിഹാരം എന്താണ്. അപ്പൊ നാട്ടിൽ ആർക്കെങ്കിലും അത് സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ അറബിക്ക് കിട്ടും, ഇവന് കിട്ടൂല. അറബിക്കല്ലേ കിട്ടുള്ളൂ, ഇവന് കിട്ടുള്ളൂ, അടിച്ചു മാറ്റില്ല. ഇനി അടിച്ചു മാറ്റിയതിന്റെ പേരിൽ ഇനി എന്താണുള്ള പരിഹാരം അത് ഉലമാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു മനോമാറ്റം അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയില്ലേ? എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ മരിച്ചു പോകുന്ന മനുഷ്യർ മറ്റുള്ളവന്റെ പണത്തിന്റെ പിന്നാലെ പോകുന്നത്, അവനിൽ അസൂയപ്പെട്ട് കഴിയുന്നത്? എന്തിനാണ് അവന്റെ സ്വത്തിനെ മോഹിക്കുന്നത്? ആരാന്റെ പണം എന്തിനടിച്ചു മാറ്റണം? അവന്റെ പൈസ എന്തിന്? ഒരു സൂചിയുടെ പേരിൽ നാളെ ആഖിറം നഷ്ടമാകുന്ന സംഭവമാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഒരു സൂചി, ആരുടെയെങ്കിലും ഒരു സൂചി എടുത്തു മാറ്റിയിട്ട് മരിച്ചു പോയാൽ, 1 രൂപ കടം വാങ്ങിയിട്ട് കൊടുക്കാതെ പോയാൽ, ഒരു ചായക്കടയിലെ പറ്റ്, ആ ഒരു ചായയുടെ പൈസയെങ്കിലും നിങ്ങൾ കൊടുക്കാതെ
കൊടുക്കാതെ മരിച്ചുപോയാൽ നാളെ ആഖിറം നഷ്ടമാണ്, ആഖിറത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇനി അർശിന്റെ താഴ്ഭാഗത്ത് മറ്റൊരു ഹദീസിലൂടെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ഹിസാബിൽ ജനങ്ങളെല്ലാവരും ഹിസാബിൽ കഴിഞ്ഞുകൂടുമ്പം ഒരു 3 കൂട്ടർ അർശിന്റെ തണൽ കഴിയും. അതിൽപ്പെട്ട ഒരു കൂട്ടർ അമാനത്ത് സൂക്ഷിക്കുന്നവർ. അമാനത്ത് സൂക്ഷിക്കുന്നവർ അർശിന്റെ തണലിലായിരിക്കും. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആരാന്റെ മുതൽ മോഹിക്കരുത്, ആഗ്രഹിക്കരുത്. ഈ അർശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് അല്ലാഹു സ്ഥാനം നൽകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അർശ്, ആ അർശിന്റെ തണലിൽ നമുക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ ഈ പറയപ്പെട്ട വഴികളിൽ നിന്ന് നമ്മുടെ ഭാഗത്ത് വല്ല അപാകതകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അർശിന്റെ തണലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഇതിപ്പോ നമ്മൾ ചുരുക്കി താൽക്കാലികമായി 1, 2, 3 സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സമയം ഇപ്പൊ തന്നെ 12 മണി. അപ്പുറത്ത് വണ്ടി ഓടാൻ പാടില്ല. കാരണം എന്നെ അപേക്ഷിച്ചിടത്തോളം 1.5 മണിക്കൂറേ പറയുള്ളൂ. എങ്കിൽ ഞാൻ 2 മണിക്കൂറോളം ഏകദേശം നിങ്ങളെ ഇത്രയും ഈ ആയിരങ്ങളെ കണ്ടിട്ടാണ് ഇത്രയും പ്രസംഗിച്ചത്. പിന്നെ ആ മദ്രസയുടെ കാര്യം കൂടെ ഇടയ്ക്ക് കുറച്ചത് പറയേണ്ട ആവശ്യമാണ്. അത് നമ്മുടെ ആവശ്യമാണ്. ഉദാരമതികളായ നല്ലവരായ നാട്ടുകാരും സഹോദരന്മാരും അതിനുവേണ്ടി കാര്യമായ നിലയിൽ ഇനിയും ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കണം. ഒരു നല്ല മദ്രസ, ഒരു നല്ല സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ്